Hi dears, Assalamu alaikum. Welcome to Shamna's Kitchen. ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് ഈ ഒരു കോഫി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ കോഫി റെഡിയാക്കി എടുക്കുന്നത് നല്ല തണുത്ത പാല് വെച്ചിട്ടാണ്. അപ്പോൾ 500 ml പാല്, അതായത് 2 ഗ്ലാസ് പാല് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുക്കുമ്പം 2-3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാലിനേക്ക് ആവശ്യമായ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ടീസ്പൂണിലാണ് നമ്മളെല്ലാം അളന്ന് എടുക്കുന്നത്. അപ്പം 2 ഗ്ലാസ്സിലേക്കുള്ള കോഫിയാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. അപ്പം നെസ്കഫേയുടെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ടോട്ടൽ 3 ടീസ്പൂൺ അളവിലാണ് നമ്മൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ചേരുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്, ബേക്കേഴ്സിൻ്റെ ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ കൊക്കോ പൗഡറും കോഫി പൗഡറും കൂടി ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 3 ടീസ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയാണ്, പൊടിക്കാത്ത പഞ്ചസാര. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ ടീസ്പൂൺ തന്നെ 3 ടീസ്പൂൺ അളവിൽ നല്ല തിളച്ച വെള്ളമാണ് ചേർത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ കോഫി പൗഡറിന് പകരം ഞാൻ 3 ടീസ്പൂൺ എടുക്കുന്നതിന് പകരം 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആക്കിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ബീറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടണം. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു അളവിൽ റെഡിയാക്കിയാൽ 2 ഗ്ലാസ് കോഫിയിലേക്കാണ് കേട്ടോ ഉണ്ടാവുക. ഇത് നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കണം. അപ്പോൾ കളറൊക്കെ കുറച്ച് ചേഞ്ചായി വന്നിട്ടുണ്ട്, കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഈ ബൗളിൻ്റെ നടുക്കിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ഇതേപോലെ തന്നെ കുറേ മുമ്പ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ കപ്പച്ചിനോ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർ പോയിട്ടൊന്ന് കാണുക, പഴയ വീഡിയോ ആണ്. ഇപ്പോൾ ഇത് നല്ല തിക്ക് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, നമ്മൾ ഐസിങ്ങോ ചെയ്യാൻ ബീറ്റ് ചെയ്തെടുക്കാറില്ലേ നമ്മുടെ വിപ്പിംഗ് ക്രീം, അതേപോലെ വിപ്പായി കിട്ടണം. അപ്പം ഞാനിവിടെ ഈ ഡാൽഗോണ ചോക്കോ കോഫി റെഡിയാക്കി എടുക്കുന്നത് തണുത്ത പാലിലാണ്. അപ്പോൾ ഇതിന് പകരം നല്ല ചൂട് പാലിലും റെഡിയാക്കി എടുക്കട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫിയായി വരണം കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൗള് കമത്തി പിടിച്ചാൽ താഴേക്ക് വീഴാത്തൊരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല തണുപ്പിച്ച പാലാണ് ഇട്ടെടുത്തത്. നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഗ്ലാസ്സിൽ 3/4 ഭാഗത്തോളം നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ വിപ്പ് ചെയ്ത് വെച്ച ഈ കോഫി പൗഡറിൻ്റെ മിക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോഫിക്ക് നമ്മൾ ഡാൽഗോണ കോഫി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഡാൽഗോണ ചോക്കോ കോഫി എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഈ ഒരു കോഫിക്ക് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ചോക്ലേറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ. അപ്പോൾ മുകളിൽ ഇത് നന്നായിട്ട് സെറ്റായി നിൽക്കും, താഴ്ന്നു പോകുന്നില്ല കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് നല്ല നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡാൽഗോണ ചോക്കോ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സിലൂടെ സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഡാൽഗോണ ചോക്കോ കോഫി റെഡിയാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കൊക്കോ പൗഡർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിന് പകരം കോഫി പൗഡർ മാത്രം വെച്ച് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കുടിച്ച് നോക്കുക തന്നെ വേണം.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന്, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു ടീസ്പൂൺ എടുക്കുക, എന്നിട്ട് നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ സാധാ കോഫി കുടിക്കുന്ന പോലെ കുടിക്കുക. അപ്പോൾ പെട്ടെന്നൊന്നും മിക്സായി കിട്ടൂല കേട്ടോ, നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് എളുപ്പത്തിലുള്ള വഴി എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ബൗളില്ലേ, ആ ബൗളിലേക്ക് എല്ലാ കോഫിയും കൂടി അങ്ങ് മിക്സ് ആക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ വെച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കുക. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോഫി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഡാൽഗോണ ചോക്കോ കോഫി. അപ്പോൾ ഡാൽഗോണ കോഫി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.